ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഉള്ളത് തലശ്ശേരിയിൽ നിന്ന് പുനലൂർക്കുള്ള യാത്രയാണ്. ഒരു മാസത്തിന് ശേഷമാണ് വീട്ടിലേക്കൊന്ന് പോകുന്നത്. അപ്പോൾ ഇന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, അതിനുവേണ്ടിയാണ് പോകുന്നത്. ഇന്ന് ഒറ്റയ്ക്കുള്ള യാത്ര ആയതുകൊണ്ട് കാർ എടുത്തില്ല, ട്രെയിനിലാണ് പോകുന്നത്. ഇന്ന് പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്ന നോമ്പിനുള്ള കഞ്ഞിയും പിന്നെ ഇഫ്താറിനുള്ള ഐറ്റങ്ങളെല്ലാം ഞങ്ങൾ എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷം ഞങ്ങൾ കൊടുക്കുന്ന ഡേറ്റ് ഞങ്ങളുടെ നാളെയാണ്. ഞാനും അളിയനും ചേർന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും കൊടുക്കുന്നതായതുകൊണ്ട് അപ്പം ഇപ്പോൾ അളിയൻ നാട്ടില്ലാത്തതുകൊണ്ട് ഒന്ന് ഞാനിവിടെ പോയി സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കണ്ടേ, അതിനുവേണ്ടിയാണ് അത്യാവശ്യമായിട്ടിന്ന് വരുന്നത്. അങ്ങനെ ഫൈനലി വീട്ടിലെത്തിയ സ്ഥിതി കണ്ടോ. ഒരു മാസം അടച്ചിട്ടിരുന്ന വീടായതുകൊണ്ട് ഇനി അകത്തെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. പുറത്തെല്ലാം നല്ല കാട് കിളിച്ചിട്ടുണ്ട്. നല്ലൊരു പണിയുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ എന്നൊന്നും നാളെയൊന്നും പണിയുള്ള സമയമില്ല. ഇനിയിപ്പോൾ സ്കൂൾ വെക്കേഷൻ വരുമ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഫുള്ള് മാവ് പൂത്തിട്ടുണ്ട്. എന്തായാലും മാങ്ങ പിടിച്ചിട്ടുണ്ട്, നല്ല മാങ്ങ പിടിച്ചിട്ടുണ്ട്. ചെടികളെല്ലാം ഉണങ്ങി, ഭയങ്കര ചൂടാണ്. പക്ഷേ ഇന്ന് ചെറിയൊരു ചാറ്റപ്പഴം മഴ പെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ മേഘാലയ റോസ, നല്ല പൂവൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ അതിനും ഉണങ്ങിയിട്ടുണ്ടത്. പിന്നെ റംബൂട്ടാൻ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു മുന്തിരി നട്ടായിരുന്നു, പക്ഷെ അതും ഉണങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതും ഉണങ്ങി. എല്ലാം പണിയുണ്ടിനി. പക്ഷെ ഇന്നോ നാളെയൊന്നും ചെയ്യാനുള്ള സമയങ്ങളൊന്നുമില്ല. ഉണ്ടോ, ഇതൊക്കെ കൊലയായി. കാഴ്ചക്കവുങ്ങ അതൊക്കെ നല്ല കൊല വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് നാളായി തേങ്ങയൊക്കെ അടത്തിയിട്ട് തേങ്ങയൊക്കെ പൊഴിയാനുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഒരു നല്ല പണിയുണ്ട്. ഇന്ന് വീടിന് എന്താ നല്ല പണിയുണ്ട്. കണ്ടോ, തെങ്ങ് നിൽപ്പുണ്ട്. പക്ഷെ തെങ്ങിൽ തേങ്ങ പറിക്കാറായ തേങ്ങ ഉണ്ടെന്നാ തേങ്ങ വിളഞ്ഞ് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അതും ഇന്നടത്താനുള്ള സമയമൊന്നുമില്ല, ഇനിയും വരുമ്പോൾ ഇടത്താം. വീടിൻ്റെ ബാക്ക് സൈഡ് നോക്കട്ടെ. അപ്പോൾ ഇനി എന്തോ ആയി. ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ്, പിന്നെ ബാക്ക് സൈഡ് എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ. ആകെ പണിയുണ്ട്. അത് നമ്മൾ വീട്ടിൽ താമസമില്ലെങ്കിൽ ഭയങ്കര പണിയാണ്. വരുന്ന സമയത്തെ ഒരു പണിയും നടക്കത്തില്ല. കണ്ടോ, ഒരു വാഴ ഒടിഞ്ഞ് വീണിട്ടുണ്ട്. വാഴ ഒടിഞ്ഞ് വീണതാണ്. പിന്നെ ഇത് ഉണക്കം പിടിച്ചിട്ടുണ്ട്. ഒരു നാരങ്ങ നട്ടത്, ചെറുനാരങ്ങ നട്ടത് എന്തായാലും കിളിച്ച് വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ മൊത്തത്തിൽ കാട് പിടിച്ചു. ഇനിയും വന്നെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. കാർ പോർച്ച് എല്ലാം വൃത്തികേടായി കിടക്കുന്നുണ്ടോ. ആകെ പണിയാണ്. ഗേറ്റ് പോലും തുറക്കാൻ കഴിയുന്നെല്ലാം ജാമായി. അതാ വീട് അടച്ചിട്ടിരുന്നാൽ വലിയ ബുദ്ധിമുട്ടാണ് വരുന്ന സമയത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ. ബാക്ക് സൈഡിൽ നോക്കട്ടെ, ഇത് നല്ല കാട് കയറിയിട്ടുണ്ട് എല്ലായിടത്തും. നട്ട കുരുമുളകിൻ്റെ ചെറിയൊരെണ്ണം കിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊക്കെ വന്ന് നട്ടിട്ട് പോയ കുരുമുളകിൻ്റെ തൈ അതെല്ലാം പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും വരുമ്പോൾ കൃത്യമായിട്ട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ നോമ്പ് കഞ്ഞിയുടെയും ഇഫ്താറിൻ്റെയും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് വരാം. അതുവരെ നമസ്കാരം.